Hello friends, welcome to Law Students Corner. Law degree examination വരുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യും? ഈ വീഡിയോയിൽ ഞാൻ കേരള യൂണിവേഴ്സിറ്റി 3 year LLB സെക്കൻഡ് സെമിസ്റ്റർ പ്രോപ്പർട്ടി ലോ എക്സാമിനേഷന് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം എങ്ങനെ സോൾവ് ചെയ്യും എന്ന് പറഞ്ഞു തരാം. ഇത് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. മിക്കപ്പോഴും ഏതെങ്കിലും കേസ് ലോസിന് സിമിലർ ആയിട്ടുള്ള ഫാക്ട്സ് ആയിരിക്കും ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സെൽസ് എ ഹൗസ് ടു ബി. On the same date executes an agreement undertaking to sell it back to A at a particular price and not to sell it to anyone else unless A declines to purchase. Is the agreement valid? പ്രോബ്ലം ഒരു വട്ടം വായിച്ചു നോക്കി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കുക. 2-3 തവണ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫാക്റ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. റിയൽ ഫാക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ഓഫ് ലോ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? എ ബിക്ക് ഒരു വീട് വിറ്റു. ആ സെയിം ഡേ തന്നെ ബി എക്ക് വീട് മറിച്ച് വിൽക്കുകയാണ്. ഒരു കണ്ടീഷൻ എ എന്നിട്ട് വെക്കുകയാണ്. എ ഡിക്ലൈൻ ചെയ്താൽ മാത്രമേ ബിക്ക് മറ്റൊരാൾക്ക് ഈ വീട് വിൽക്കാൻ പറ്റുകയുള്ളൂ. ഇവർ തമ്മിലുള്ള ഈ എഗ്രിമെൻ്റ് വാലിഡ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ഇതിനകത്തുള്ള ഫാക്റ്റ് എന്താണ്? എ ബിക്ക് വീട് വിറ്റു. ഓക്കെ, ഈ സെയിം ഡേ തന്നെ എ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. എന്താണ് കണ്ടീഷൻ? ബി തിരിച്ച് എക്ക് ഈ വീട് വിൽക്കണം. എ അത് ഡിക്ലൈൻ ചെയ്താൽ മാത്രമേ വേറൊരാൾക്ക് വിൽക്കാൻ പറ്റൂ. എ ഡിക്ലൈൻ ചെയ്തില്ലെങ്കിൽ വേറെ ആർക്കും ബിക്ക് ആ പ്രോപ്പർട്ടി, ആ വീട് വിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. ഈ ഫാക്റ്റിൽ നിന്ന് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലത്തിന് ആൻസർ ചെയ്തു തുടങ്ങാം. ഇവിടെ യൂസ് ചെയ്യുന്നത് മെത്തേഡ് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള IRAC മെത്തേഡ് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. IRAC അതായത് IRAC. I stands for issue, R for rule, A for application and C for conclusion. ഈ ഇഷ്യൂവിനകത്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് റൂൾസ് ഏതൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് പറയുന്നത്. മിനിമം 2 ഇഷ്യൂസ് എങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ഇഷ്യൂ, whether the transfer between A and B is valid. ഈ ഒരു ഇഷ്യൂ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം. എ സെൽസ് എ ഹൗസ് ടു ബി എന്നുള്ളതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. അവർ എയും ബിയും തമ്മിലുള്ള ആ ഒരു ട്രാൻസ്ഫർ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റ് ഇഷ്യൂ. ഓക്കെ, നെക്സ്റ്റ് ഇഷ്യൂ എന്താണ്? വെദർ ദി കണ്ടീഷൻ ഇമ്പോസ്ഡ് ബൈ എ ഈസ് വാലിഡ്. ഇത് നമ്മൾ സെക്കൻഡ് സെൻറ്റൻസിനകത്ത് വരുന്നതിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുന്നുണ്ടല്ലോ, അതായത് സെയിം ഡേയിൽ ബി ഇത് മറിച്ച് വിൽക്കണം. അത് എ ഡിക്ലൈൻ ചെയ്താൽ മാത്രമേ വേറെ ആർക്കെങ്കിലും അത് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് കണ്ടീഷൻ. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്തത് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് സെക്കൻഡ് ഇഷ്യൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, തേർഡ് ഇഷ്യൂ, വെദർ ദ പാർഷ്യൽ കണ്ടീഷൻ റെസ്ട്രെയിനിങ് ട്രാൻസ്ഫർ ബൈ ബി ഈസ് വാലിഡ്. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുന്നത് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് നെക്സ്റ്റ് ഇഷ്യൂ. സോ ടോട്ടലി ഈ ഒരു 2 സെൻറ്റൻസിൽ നിന്നും, ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും നമ്മൾ 3 ഇഷ്യൂസാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. എയും ബിയും തമ്മിലുള്ള ട്രാൻസ്ഫർ വാലിഡ് ആണോ, എ ഇമ്പോസ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ വാലിഡ് ആണോ, എക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാമോ, റെസ്ട്രിക്റ്റ് ചെയ്യാമോ ബിയുടെ മേൽ എന്നുള്ളത് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഇഷ്യൂസ്.
നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഇഷ്യൂസ് ഉണ്ടല്ലോ, ഈ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് ആണ് ഏത് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇഷ്യൂവിനെ കണക്ട് ചെയ്താണ് റൂള് ഫ്രെയിം ചെയ്യുന്നത്. റൂളിനെ ബേസ് ചെയ്ത് ആ റൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ് തൊട്ടടുത്ത ഹെഡിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ആപ്ലിക്കേഷനകത്ത് നമ്മൾ റൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയും ഈ നമ്മുടെ പ്രോബ്ലം ഇല്ല, ആ പ്രോബ്ലം ഏതെങ്കിലും കേസ് ലോ ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ആ കേസ് ലോ ഏതാണ്, ഏതെങ്കിലും പ്രീസിഡൻസ് ഉണ്ടെങ്കിൽ അതേതാണ് എന്നുള്ളതും ആ ജഡ്ജ്മെൻറ്റ് എന്താണെന്നുള്ളതൊക്കെ ആപ്ലിക്കേഷനകത്ത് മെൻഷൻ ചെയ്യും. അതിനുശേഷമാണ് ലാസ്റ്റ് ഹെഡിങ് ആയ കൺക്ലൂഷനിൽ നമ്മൾ എത്തുന്നത്. നമ്മുടെ ഈ പ്രോബ്ലത്തിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഈ കൺക്ലൂഷനകത്താണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. കൺക്ലൂഷൻ ഒരു 2-3 സെൻറ്റൻസിനുള്ളിൽ നമ്മളുടെ ഡിസിഷൻ ആ കൺക്ലൂഷനകത്ത് പറഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് ഹെഡിങ് ഈസ് റൂൾ സെക്ഷൻ 10 ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 പാർഷ്യൽ റെസ്ട്രെയിൻറ്റ്. ഓക്കെ, നമ്മളപ്പം ഈ ഇഷ്യൂവിൽ നിന്നും ഏത് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞു. ഇനി അതിനുശേഷം ഈ റൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ആപ്ലിക്കേഷൻ ഹെഡിങ്ങിനകത്താണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. റൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പ്രീവിയസ് കേസസ് ഉണ്ടെങ്കിൽ അതും ഈ ആപ്ലിക്കേഷൻ ഹെഡിങ്ങിനകത്ത് പറയാം. Next is application. The owner of a property has an absolute right to transfer. Similarly, the buyer must also be allowed to transfer at his will. The owner should not impose any condition restricting the subsequent transfer. Section 10 of the Transfer of Property Act 1882 provides that any condition restricting the buyer to alienate the property is void. This is known as a rule against inalienability. Rule against inalienability is based on the principle that a right of transfer is incidental to and inseparable from the beneficial ownership of the property. Hence, an absolute restraint on the power of transfer is not valid. This section incorporates a rule of justice, equity, and good conscience. Restraint may be absolute or partial. Absolute restraint is void, but partial restraint is valid. If a condition does not take away the right to transfer substantially, it is called partial restraint. അടുത്തത് നമ്മളൊരു കേസ് ലോ ആണ്. ഈ പ്രോബ്ലത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് ലോ എന്താണെന്ന് മെൻഷൻ ചെയ്യുക. മുഹമ്മദ് റാസ വേഴ്സസ് അബ്ബാസ് ബന്ദി ബിബി. It has been held that a condition restricting the transferee from transferring the property was held to be partial restraint and therefore valid. Okay, ഇനി നമ്മൾ ലാസ്റ്റ് ഫൈനൽ സെക്ഷനിലേക്ക് എത്തുകയാണ്. ഈ പ്രോബ്ലത്തിൻ്റെ ആൻസറാണ് നമ്മൾ കൺക്ലൂഷനകത്ത് പറയുന്നത്. ഓക്കെ, ഈ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൺക്ലൂഷൻ, നമ്മളുടെ ഡിസിഷൻ അറൈവ് ചെയ്യുന്നത്. In the instant problem, the transfer between A and B is valid. The condition imposed by A is valid and the partial condition restricting the transfer is always valid. Hence, the agreement between A and B is valid. ലോ ഡിഗ്രി എക്സാമിനേഷന് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.